പാഠം 979. ചില പുകഴ്ത്തലുകൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ ദിവാരൻ ചേട്ടാ, എന്തൊക്കെ ഇപ്പൊ വക്കീൽ ഓഫീസിലേക്കൊന്നും കാണാറില്ലല്ലോ. അതെയോ? ആഹാ, എന്ത് പറ്റി ഇപ്പൊ വിളിക്കാൻ? ഓ, എന്നാ പറഞ്ഞത്? അടുത്ത ഞായറാഴ്ചയല്ലേ? അയ്യോ, അടുത്ത ഞായറാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല. ഞാനും മോഹനേട്ടനും കൂടി മോഹനേട്ടന്റെ വീട്ടിൽ പോവാ. ഞങ്ങള് രാവിലെ 6 മണിക്ക് പോവും. രാത്രി വൈകിയേ തിരിച്ചെത്തുള്ളൂ. അതെ അതെ. അയ്യോ, അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടല്ല. ശരി, എന്നാ ഞാൻ പിന്നീടൊരു ദിവസം വരാം. അടുത്ത ഞായറാഴ്ച എവിടെ പോകുന്ന പറഞ്ഞ? എവിടെ പോകുന്നില്ല. അപ്പൊ നീ ഇപ്പൊ ഫോണിൽ പറഞ്ഞതോ? അതാ പുത്തമ്പരയിലെ ദിവാരൻ ചേട്ടനാ വിളിച്ചത്. അങ്ങേരുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലാണ് ഞായറാഴ്ച എന്ന് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് ഒട്ടും താല്പര്യമില്ല മോനേട്ടാ കൊണ്ടുപോകാൻ. ദിവാരൻ ചേട്ടനെ ഒരു പൊങ്ങച്ചങ്കാരൻ. അങ്ങേരുടെ ഭാര്യ ഗോമതി ചേച്ചിയാണെങ്കിലോ സഹിക്കാനേ പറ്റില്ല. പാലുകാച്ചല് പോവാതിരിക്കാൻ ഞാനൊരു അടവിറക്കിയതല്ലേ. മോഹനേട്ടന്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ പിന്നെ പ്രശ്നമേ ഇല്ലല്ലോ. ഇനി എന്തായാലും ഇക്കാര്യം പറഞ്ഞു വിളിക്കില്ല. അത് ശരിയായ ഏർപ്പെടാനല്ലോ. ഭാമേ, നീ ഇപ്പോൾ പറഞ്ഞിട്ട് വന്നത് ഭയങ്കര വൃത്തികേടായി പോയി. എന്ത്? നീ എന്തിനാണ് ഒരാളോട് പച്ച കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, പാലുകാച്ചിന് ചെല്ലാതിരിക്കാൻ ഒരു ന്യായം പറയണം. പെട്ടെന്ന് വായി തോന്നിയൊരു കള്ളം പറഞ്ഞു. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞത് ഒന്നാമത്തെ തെറ്റ്. ആ കള്ളത്തിലേക്ക് എന്നെയും കൂടി വലിച്ചഴിച്ചത് രണ്ടാമത്തെ തെറ്റ്. എന്തിനാണ് ഇത് ഇത്ര വലിയ പ്രശ്നമാക്കുന്നത്? ഒരാൾ എന്നെ ഒരു ചടങ്ങിന് വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ ഇത്. ഇത്തരം കാര്യങ്ങളിൽ അന്തസ്സുള്ളവർ ചെയ്യുന്നത് നേരെ കാര്യം പറയുക എന്നുള്ളതാണ്. എന്തിനാണ് നുണ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണായിരുന്നു? ദിവാരൻ ചേട്ടാ, നിങ്ങളുടെ വീട്ടിൽ വരാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയണായിരുന്നു. ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു കൊച്ചു കള്ള ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആർക്കും പ്രശ്നമില്ലെന്ന് ആര് പറഞ്ഞു? നീ ദിവാകരനോട് പറഞ്ഞത് ഞാനും നീയും കൂടി എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. ഞാൻ ഞായറാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു എന്ന സത്യം പിന്നീട് ദിവാകരൻ അറിഞ്ഞാൽ എന്താവും അവസ്ഥ? ദിവാകരൻ ചേട്ടാ അതെങ്ങനെ അറിയാനാണ്? ആമേ, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു ദിവസം ഞാൻ ഈ നാട്ടിലില്ല എങ്കിൽ നാട്ടുകാർ മുഴുവൻ അതറിയും. ഞായറാഴ്ച എവിടെ പോയി ആരന്വേഷിക്കാനാണ്? നിന്റെ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവില്ല, പക്ഷേ മോഹനകൃഷ്ണ സാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാനിവിടെ ഇല്ല എങ്കിൽ എല്ലാവരും അതറിയും. അതോടെ നീ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ദിവാകരന് മനസ്സിലാവില്ലേ? ദിവാകരന്റെ മുന്നിൽ എന്റെ മാനം പോ. അതുപോലെ ദിവാകരൻ ചേട്ടനെ കണ്ടാൽ അറിയാം എന്നുള്ളതല്ലാതെ വേറെ എന്ത് ബന്ധം നിങ്ങൾ തമ്മിലുള്ളത്? അങ്ങനെ ഒരു അടുപ്പുണ്ടായിരുന്നെങ്കിൽ ദിവാകരൻ ചേട്ടൻ മോഹനേട്ടനെ പാലുകാച്ചൽ വിളിക്കില്ലായിരുന്നോ? അതുണ്ടായില്ലല്ലോ. എന്തായാലും നീ കള്ളം പറഞ്ഞ ശരിയായ. ഒരു കാരണവശാലും കള്ളം പറയരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. നിനക്കറിയാമോ? 5ാമത്തെ വയസ്സിന് ശേഷം ഗാന്ധിജി ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഇത് ഒരു നിസാര കാര്യമാണ്. ഇതിലേക്ക് ആ പാവം ഗാന്ധിജിയെ വലിച്ചഴിക്കേണ്ട വല്ല കാര്യമുള്ളതാണോ? അതാരാണെന്ന് പോയി നോക്കിയേ. ചെല്ലേ, എനിക്ക് സൗകര്യമില്ല. ഇവിടെ തന്നെ നിന്നോ. ഇവിടെ നിന്നോളാം. ഹലോ, സത്യഭാമ വക്കീലല്ലേ? അതെ വക്കീലെ, ഞാൻ സുശീലനാ. എന്താ സുശീല? ഇന്ന് രാവിലെ ഞാൻ വക്കീൽ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ചിലപ്പോ കുറച്ച് താമസിക്കും. അത് പറയാനാ ഞാൻ വിളിച്ചത്. അങ്ങനെ താമസിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാ? അത് സുശീല, ഇന്ന് രാവിലെ അഡ്വാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഹാജരാവുന്ന പ്രശ്നമേ ഉണ്ടാവുന്നില്ല. അങ്ങനെ പറയരുത് വക്കീലെ. ഒരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ടാ. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ എത്തിക്കോളാം. ഇങ്ങനെ പല അടവും സുശീലിനെ പോലുള്ളവർ ഇറക്കുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ എനിക്ക് രാവിലെ ഫീസ് കിട്ടിയേ പറ്റൂ.
അത് കഴിഞ്ഞുള്ള അത്യാവശ്യമൊക്കെ മതി സുശീല. വക്കീലെ, ഇത് അടവൊന്നുമല്ല. നമ്മുടെ കുന്നുംപുറത്ത് ലോനപ്പൻ ചേട്ടനല്ലേ, ലോനപ്പൻ ചേട്ടനെ ഇന്നലെ വണ്ടി ഇടിച്ചു. അതെ വക്കീലെ, രാത്രിയിലെ സംഭവം. ഒരു പാണ്ടിലോറിയുമായി ലോനപ്പൻ ചേട്ടന്റെ ബൈക്ക് കൂട്ടിയിടിച്ചു. എന്നിട്ട് നല്ല പരിക്കുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ രാവിലെ ആശുപത്രി വരെ ഒന്ന് പോവാ. അവിടെ ചെന്നാലേ ശരിക്കുള്ള അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. ആശുപത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വക്കീൽ ഓഫീസിൽ വരാൻ വൈകുമല്ലോ എന്നോർത്താ ഞാനിപ്പോ വക്കീലിനെ വിളിച്ചത്. വക്കീലിനെ അറിയാലോ, എന്റെ തൊട്ട അയൽവക്കുവാ ലോനപ്പൻ ചേട്ടൻ. അങ്ങേർക്കൊരു ആവശ്യം വരുമ്പോ ഓടി ചെല്ലാതിരിക്കാൻ പറ്റുമോ? ശരി, എന്തായാലും സുശീലന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക്. വിവരമൊന്നും അറിയാലോ. ഞാൻ വിളിക്കാം വക്കീലെ. ആ മോഹനേട്ടാ, ഒരു സംഭവം അറിഞ്ഞോ? നമ്മുടെ കുന്നുംപുറത്തെ ലോനപ്പ ചേട്ടനല്ലേ, അങ്ങേരെ ഇന്നലെ വണ്ടി ഇടിച്ചു. ആ ബൈക്ക് ഒരു പാണ്ട് ലോറിയായിട്ട് കൂട്ടിയിടിച്ചെന്നാ സുശീലൻ പറഞ്ഞത്. ലോനപ്പ ചേട്ടൻ ഇപ്പൊ ആശുപത്രിയിലാ. ഈ ബൈക്ക് ലോറിയൊക്കെ കൂട്ടിയിടിക്കാന്ന് പറഞ്ഞ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണെന്നുള്ള ഒരു ഉറപ്പല്ലേ. എന്താവോ എന്തോ, പാവം ഭാര്യയും 2 മക്കളുള്ള മനുഷ്യനാ. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അതാരാണെന്ന് നോക്കാൻ ഞാൻ തന്നെ പോണായിരിക്കും. നമസ്കാരം വക്കീലേ. ആ നമസ്കാരം. എന്താ ശശി രാവിലെ? മോഹനേട്ട സാറിനെ കാണാൻ വന്നതാ. സാറല്ലേ? വിളിക്കാം. മോനേട്ടാ, ആ ലോനപ്പ ചേട്ടൻ ആക്സിഡന്റ് പറ്റിയെന്നുള്ളത് നേരാണോ ശശി? ഇന്നലെ രാത്രി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് വെച്ച സംഭവം. റബ്ബർ ഷീറ്റും കയറ്റി വന്ന ലോറിയായിരുന്നു. ലോനപ്പൻ ചേട്ടന്റെ ബൈക്ക് നേരെ ചെന്ന് ഒറ്റയിടി. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ? കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോഴാ സംഭവം അറിയുന്നത്. കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന ചായക്കടയിലെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. അപ്പൊ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയതുകൊണ്ട് ചിലപ്പോ രക്ഷപ്പെടുമെന്ന. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ രാത്രി ആലോചിച്ചെന്നാ കേട്ടത്. അപ്പോ ശരിക്കും എന്തെങ്കിലും പറ്റിക്കാണുമല്ലോ. സാറേ, ഗംഗാധര സാറിന്റെ മുന്നാധാരത്തിന്റെ കോപ്പിയാ ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ശരി സാർ. ശശി, സാർ ഇവിടെ വരൂ. പാവം ലോനപ്പൻ ചേട്ടൻ എത്രയോ നല്ല മനുഷ്യനായിരുന്നു. എന്നോടാണെങ്കിൽ വല്ലാത്ത സ്നേഹവും. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായല്ലോ. ഈശ്വര, കഷ്ടം തന്നെ. ഞാൻ വരുന്ന വഴി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് വണ്ടി നിർത്തി നോക്കി. നിറയെ ചോരയുണ്ട് അവിടെ. ബൈക്കിന്റെ ലൈറ്റും അത് ഇതൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. ദൈവം ഇങ്ങനെയാ ശശി, നല്ല മനുഷ്യരെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സാരമില്ല, ലോനപ്പൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വരാൻ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. ഞാൻ ലോനപ്പൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ശശി എല്ലാവരോടും പറഞ്ഞേക്കണേ. എല്ലാവരോടും? ഞാൻ പ്രാർത്ഥിക്കുന്ന പറയുമ്പോ നാട്ടുകാർ മുഴുവൻ പ്രാർത്ഥിക്കുമല്ലോ, അതിനുവേണ്ടി പറഞ്ഞതാ. എന്തോ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പാവം മോഹനേഷ്ണൻ സാറ് വലിയ വിഷമായെന്ന് തോന്നുന്നു. മോഹനേട്ടന് കൊച്ചു കുട്ടികളുടെ മനസ്സാ. നിസ്സാര കാര്യം വരുമ്പോഴേക്കും അത് കൈവിട്ടു പോവും. ശശിയല്ലേ? ശരി വക്കീലേ. അതെന്താണ്? ശശിയോട് പറഞ്ഞതൊക്കെ ഒന്നും കൂടെ പറയൂ. എന്ത്? ലോനപ്പൻ ചേട്ടനെ പറ്റി ഇപ്പൊ പറഞ്ഞില്ലേ, അതെല്ലാം ഒന്നും കൂടെ പറ. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയാ. പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? കേട്ടായിരുന്നു. കേട്ടതുകൊണ്ടാണല്ലോ ഒന്നും കൂടെ പറയൂ എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ചു മുന്നേ സാർ എന്തായിരുന്നു പറഞ്ഞത്? എത്ര നിസ്സാരമായ കാര്യത്തിന്റെ പേരിലായാലും കള്ളം പറയരുത് എന്ന്. ദിവാകരൻ ചേട്ടന്റെ വീടിന്റെ പാലുകാച്ചലും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു പോയി. ഞായറാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ലെന്ന്. അതിന്റെ പേരിൽ ഇങ്ങോട്ട് നോക്കിയേ, ഈ മോഹനകൃഷ്ണ സാറ് എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ മഹാത്മാഗാന്ധിയെ കണ്ടുപിടിക്കണമെന്ന്. എന്നിട്ടിപ്പൊ മോഹനേട്ടൻ ശശിയോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റ്. എന്ത്? ലോനപ്പൻ ചേട്ടനെ വണ്ടി ഇടിച്ചു പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ആ പറഞ്ഞത് തെറ്റ്. അയ്യോ, മിനിങ്ങാന്ന് വൈകിട്ട് ലോനപ്പൻ ചേട്ടൻ ഇവിടെ വന്നത് മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? ഒരു കേസിന്റെ കാര്യം പറയാൻ ഇവിടെ വന്ന ലോനപ്പൻ ചേട്ടനെ പറ്റി മോഹനേട്ടൻ പറഞ്ഞതെല്ലാം ഒരക്ഷരം വിടാതെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്.
സത്യഭാമ വാദിച്ചാൽ ജയിക്കുമെന്നാ എല്ലാരും പറയുന്നത്. അതുകൊണ്ടാ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വല്ലവരും പറഞ്ഞുള്ള അറിവേ ലോനപ്പ ചേട്ടൻ എന്നെ പറ്റി ഉള്ളൂ. അല്ലാതെ ഞാൻ കേസ് വാദിച്ചതിന്റെ ജയിച്ചതിന്റെ കഥകളൊന്നും അറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല സത്യഭാമേ. ഈ നാട്ടുകാർക്കൊക്കെ സത്യഭാമയെ പറ്റി വലിയ അഭിപ്രായമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കെന്തായാലും വിശ്വാസമാ, സത്യഭാമ തന്നെ എന്റെ കേസ് വാദിക്കണം. ആ, മോഹനായിട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, അതെ, ഞാനും സാറും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറ് വല്ലതും പറയുമോ? ഇതെന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യല്ലേ. മോഹനേട്ടാ, ലോനപ്പ ചേട്ടൻ ഒരു കേസിന്റെ കാര്യം പറയാൻ വന്നതാ. കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കേസ് വല്ലതും ആണോ? കൈക്കൂലിയോ? ലോനപ്പൻ ചേട്ടൻ പറഞ്ഞ വരുമാനം കാണിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എനിക്ക് 5000 രൂപ കൈക്കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹനേഷ സാറിന് കൈക്കൂലി തരാൻ നോക്കണമെങ്കിൽ എന്തുമാത്രം അഹങ്കാരം ഈ മനുഷ്യനുണ്ടായിട്ടുണ്ടാവും. അല്ല സാറേ, ഞാൻ ഇത്തരം കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും കേസ് വാദിക്കരുത് എന്ന് എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിനക്ക് കേസില്ലെങ്കിൽ എന്നോട് പറയൂ, ഞാൻ നല്ല അന്തസ്സുള്ള കേസ് പിടിച്ചു തരും. അല്ല മോഹനേട്ടാ, ഒന്നും പറയണ്ട. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യന്റെ കേസ് എന്റെ ഭാര്യ വാദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ സത്യഭാമേ, സാറിന് എന്നോട് കുറച്ച് ദേഷ്യമുണ്ട്. ഇത് കുറച്ച് ദേഷ്യമൊന്നും അല്ലല്ലോ, ഇത് ഭയങ്കര ദേഷ്യമല്ലേ. ഇനിയിപ്പം മോഹനേട്ടൻ പറയാതെ ഞാനെങ്ങനെ ഈ കേസ് വാദിക്കാം? ലോനപ്പ ചേട്ടൻ വേറെ വക്കീലിനെ നോക്കുന്നതായിരിക്കും നല്ലത്. അല്ല സാർ, ലോനപ്പ ചേട്ടൻ കള്ളനാണ്, മോഹനേട്ടനോട് ബഹുമാനമില്ല, മോഹനേട്ടന് കൈക്കൂലി തരാൻ നോക്കി, അങ്ങനെയുള്ള ലോനപ്പൻ ചേട്ടന്റെ കേസ് ഞാൻ വാദിക്കാനേ പാടില്ല എന്നൊക്കെയല്ലേ മോഹനേട്ടനോട് പറഞ്ഞത് അല്ലേ? അപകടം ഉണ്ടാന്ന് പറയുമ്പോ പിന്നെ നമ്മൾ ദേഷ്യം കാണിക്കുന്നത് മനുഷ്യത്വപരമായ ഒരു സമീപനമല്ല. അല്ല, പക്ഷേ നുണ പറയാതിരിക്കാം. ലോനപ്പ ചേട്ടൻ ഒരു പാവമാണ്, മോഹനേട്ടൻ ഒരു ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെയല്ലേ ശശിയോട് പറഞ്ഞത്? അത് സത്യാണോ മോഹനേട്ടാ? ഓ, എന്നാലും ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണ പറയാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോ എന്താ സാമർത്ഥ്യം, സ്വന്തം കാര്യം വരുമ്പോ തോന്നുന്നു. നീ ഞാൻ തമ്മിൽ ഇങ്ങനെ പലതും സംസാരിച്ചിരിക്കും. അതൊക്കെ നീ വേറെ ആരോട് പറയാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? ലോനപ്പ ചേട്ടനെ പറ്റി ഞാൻ പറഞ്ഞതുവല്ലോ നീ ഉത്തമനോട് പറഞ്ഞ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, പീതാംബരൻ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഇന്ന് രാവിലെ ചെല്ലാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പീതാംബരൻ ചേട്ടൻ സ്ഥലത്തില്ല. അപ്പൊ നാളെ മറ്റന്നാളെ പോവാൻ പറ്റൂ, അതറിയാനാണ് ഞാൻ. ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നുമ്പോ സ്ഥലം അളക്കാൻ ചെല്ലാൻ എനിക്ക് സൗകര്യമില്ല. ഇതൊന്നും എന്റെ ജോലിയല്ല, ഞാൻ ചെയ്തൊരു സൗകര്യം മാത്രമാണ്, അറിയാലോ? അറിയാം, പക്ഷെ എന്തെന്ന് ചെയ്യാന് സാറേ? നമ്മുടെ ലോനപ്പ ചേട്ടൻ വണ്ടി ഇടിച്ച് ആശുപത്രിയിലാണ്. സാർ അറിഞ്ഞില്ലേ സംഭവം? ഇന്നലെ രാത്രി ഒരു 9 മണി കഴിഞ്ഞാണ് സംഭവം. പഞ്ചായത്ത് ഓഫീസിന്റെ ഇപ്പുറത്തെ വളവിൽ വെച്ചൊരു പാണ്ടി ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് ലോനപ്പ ചേട്ടന്റെ ബൈക്ക് പപ്പടം പൊടിയുന്ന പോലെ പൊടിച്ചു. സംഭവം അറിഞ്ഞായിരുന്നു ഉത്തമ? ലോനപ്പ ചേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞു, പക്ഷെ കാര്യമായിട്ട് പരിക്കുണ്ട്. ഞാൻ രാത്രി 1 മണിവരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. രാവിലത്തെ വിശേഷങ്ങൾ അറിഞ്ഞൂടാ. ആശുപത്രി പോകുന്നതിന് മുമ്പ് മോനയുടെ സാറിനെ ഒന്ന് കണ്ടിട്ടേ ആ സ്ഥലം ഇളക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ലോനപ്പൻ ചേട്ടൻ നല്ലൊരു മനുഷ്യനായി. ഈശ്വരാ, അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം വന്നു പറഞ്ഞപ്പോ എനിക്ക് സഹിക്കുന്നില്ല ഉത്തമ. ലോനപ്പൻ ചേട്ടന്റെ ചില ബിസിനസ്സുകളിലൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്ക് ലോനപ്പൻ ചേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ഇങ്ങനൊരു അപകടം ലോനപ്പൻ ചേട്ടൻ ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോത്തമ്മ. സാറേ, ഞാൻ പറഞ്ഞതേ കുന്നുംപുറത്തെ ലോനപ്പ ചേട്ടന്റെ കാര്യമാണ്. അതിനെ എന്നെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും കുന്നുംപുറത്തെ ലോനപ്പ ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ, ഞാനൊന്നും കാണുന്ന ആളല്ലേ, എന്തിനധികം പറയുന്നു? കഴിഞ്ഞൊരു ദിവസം കൃഷ്ണക്കുട്ടിയുടെ ചായക്കടയിരുന്ന് ചായ കുടിച്ചിട്ട് നോക്കുമ്പോ എന്റെ കയ്യിൽ ചില്ലറയില്ല. ഇപ്പൊ ആരെയില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞപ്പോ ഓരേഷ ഞാൻ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞ് ചാടി വീണ്ടും ചായയുടെ പൈസ കൊടുത്തത് എന്റെ ലോനപ്പൻ ചേട്ടന. അമ്മേ, എന്തായാലും
ആശുപത്രി പോയി ലോനപ്പ ചേട്ടനെ കാണണം. എന്താവശ്യമുണ്ടെങ്കിലും എന്റെ ലോനപ്പ ചേട്ടൻ ഞാനുണ്ട് ലോനപ്പ ചേട്ടാ എന്ന് എനിക്ക് ഉറക്കെ പറയണം. ആ ഉത്തമ, ഞാൻ ലോനപ്പ ചേട്ടനെ കാണാൻ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയാണെന്നുള്ള കാര്യം ഉത്തമൻ എല്ലാവരും വിളിച്ച് ഉറക്കെ പറഞ്ഞേക്കണം. അതെന്തിനെന്ന് എനിക്ക് ലോനപ്പ ചേട്ടനായിട്ടുണ്ടായിരുന്ന അടുപ്പത്തെ പറ്റി എല്ലാരും അറിയണം ഉത്തമ. അത്രമേലെടുപ്പുണ്ടായിരുന്നു. നെഞ്ചും കൂടിനകത്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. ഇതെന്താണ്? ഇന്നലെ വൈകിട്ടും കൂടി മോനെ സാർ ലോനപ്പ ചേട്ടനെ കണ്ടതല്ലേ? ഇന്നലെ വൈകിട്ടാ? ആ, വക്കീലിനെ ലോനപ്പ ചേട്ട ഏതോ കേസ് ഏൽപ്പിച്ചെന്നോ, സാർ അതിനെ ഉടക്കിട്ടെന്നോ, സാറ് സമ്മതിച്ചാലേ വക്കീല് കേസ് വാദിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് ലോനപ്പ ചേട്ട എന്നെ കാണാൻ വന്നത്. എന്റെ പൊന്നു ലോനപ്പൻ ചേട്ടാ, മോഹനയുടെ സാറും വക്കീലും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നെ ഞാനതിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. സാർ ഒരു കാര്യം പറഞ്ഞതാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ നാട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ മോനേഷ് സാർ കേൾക്കുമെങ്കിൽ അത് ഉത്തമൻ പറയുന്നതാ. ഉത്തമൻ എന്നെ ഒന്ന് സഹായിക്കും. അത് പിന്നെ സഹായിക്കണമെന്ന് മനസ്സില്ലാഞ്ഞിട്ടല്ല ലോനപ്പൻ ചേട്ടാ. പക്ഷെ ലോനപ്പൻ ചേട്ടന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ഞാൻ അതിനാണ് പുലിവാലി പിടിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ ലോനപ്പൻ ചേട്ടന് വേണ്ടി ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മോഹനയുടെ സാറ് വീട്ടിലും കയറ്റൂല, വില്ല ഓഫീസിന്റെ നടയിലും കയറ്റൂല. ഈശ്വര, അതാ വരണം. സഹായിക്കണം പ്ലീസ്. വെറുതെ എന്നെ കൊലക്ക് കൊടുക്കല്ലേ ലോനപ്പൻ ചേട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പൊയ്ക്കോട്ട് പോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഞാൻ വെറുതെ ഇതുവഴി വന്നപ്പോ ലോനപ്പൻ ചേട്ടൻ വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കരുത്. വെറും വെറുതെ പറയാൻ പറ്റിയ ആളല്ലല്ലോ ഈ ലോനപ്പൻ ചേട്ടൻ. അറിയാമോ, വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി എനിക്ക് കൈക്കൂലി തരാൻ നോക്കിയ ആളാണ് ഈ മഹാൻ. അന്ന് ഞാൻ ഇങ്ങനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്റെ മര്യാദ. ഇപ്പൊ ഏതോ കള്ളക്കേസ് എന്റെ ഭാര്യയെ കൊണ്ട് വാദിപ്പിക്കാൻ നടക്കുകയാണ് ഈ മഹാൻ. സമ്മതിച്ചെന്നെ. പിന്നെ സാറേ, എനിക്ക് ഇത്തിരി അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ. ചെന്നിട്ട് ബ്ലോക്ക് ഓഫീസ് വരെ അത്യാവശ്യമായിട്ട് പോണം. ഇപ്പൊ വിളിച്ചതാണ്. ഇന്നലെ ലോനപ്പൻ ചേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞ സാറ് ഇന്ന് എങ്ങനെയാണ് ഇങ്ങനെ മനംമാറ്റം ഉണ്ടായത്? ഉത്തമ, മോഹനേട്ടനെ ആരാ മോനെന്ന് ഇപ്പൊ കണ്ടത് നല്ല ഒന്നാം തരം അഭിനയമല്ലേ? അഭിനയോ? പിന്നല്ലാതെ. ഒരാൾക്കൊരു അപകടമോ മരണമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ പറ്റി നല്ലത് പറയണമെന്നാണല്ലോ നാട്ടു നടപ്പ്. ഇന്നലെ വരെ കള്ളനും തട്ടിപ്പുകാരനുമായിരുന്ന ലോനപ്പ ചേട്ടൻ അപകടത്തിൽപ്പെട്ടതോടെ മോഹനേട്ടന് നല്ല മനുഷ്യനായി. ഉത്തമം വിചാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര സംഭവമാണ് വില്ലേജ് ഓഫീസർ. എന്തായാലും സാർ ആള് കൊള്ളാലോ. ആഹാ, ആള് റെഡിയായി കഴിഞ്ഞു. ഇതെവിടെ പോകുന്നു ഇത്ര നേരത്തെ? ആഹാ, അപ്പോ ആശുപത്രി പോയിട്ട് ലോനപ്പൻ ചേട്ടനെ കാണാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ കരുതി വെറുതെ ഉത്തമനെ കേൾപ്പിക്കാനായിട്ട് പറഞ്ഞായിരിക്കുന്നത്. വെറുതെ അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? കാര്യം ഉണ്ടല്ലോ മോഹനേട്ടാ. മോഹനേട്ടൻ പറഞ്ഞത് വിശ്വസിച്ച് ഉത്തമൻ ഇവിടെ നിന്ന് പോകുന്നു. വഴിയിൽ കാണുന്നവരോട് ലോനപ്പ ചേട്ടന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ മോഹനേഷ സാറ് ലോനപ്പ ചേട്ടനെ കാണാൻ ആശുപത്രി പോയ കാര്യവും പറയുന്നു. വേണമെങ്കിൽ ലോനപ്പ ചേട്ടന് പൈസ കൊടുത്ത് സഹായിച്ചു എന്നോ ബ്ലഡ് കൊടുത്തു എന്ന് വേണമെങ്കിലും പറയാം. കേൾക്കുന്നവരുടെ മുന്നിൽ മോഹനേട്ടൻ അതോടെ വലിയ മഹാനാവുമല്ലോ. 10 പൈസ പോലും ചെലവില്ലാതെ മഹാനാകാൻ പറ്റുന്ന ഒരവസരവും കളയില്ലല്ലോ ഈ മോഹനേഷ സാറ്. നീ ഇപ്പൊ പറഞ്ഞ മുഴുവൻ തെറ്റാ. അയ്യോ, ആരോ വന്നിട്ടുണ്ടല്ലോ. ആരാ? ലോനപ്പൻ ചേട്ടൻ. നമസ്കാരം സാർ. നമസ്കാരം. ലോനപ്പൻ ചേട്ടൻ എന്തോ ചെറിയ അപകടം പറ്റുന്ന 2-3 പേര് പറഞ്ഞായിരുന്നു.
വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ലോനപ്പൻ ചേട്ടൻ അറിയാലോ, സാധാരണ ഞാൻ ആഫീസിലേക്ക് പോകുന്നത് 9:38-നാണ്. ഇതാ ഇപ്പൊ 8:45 ആയിട്ടുള്ളൂ. ഞാൻ എന്തിനാ ഇത്ര നേരത്തെ ഇറങ്ങിയത്? ആശുപത്രി വന്ന് ലോനപ്പൻ ചേട്ടനെ കാണാനായിട്ട്. അയ്യോ ലോനപ്പൻ ചേട്ടാ, ഇത് കാര്യമായിട്ട് തന്നെ പറ്റിയല്ലോ. ചാകാതിരുന്നത് ഭാഗ്യം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി 2 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ ഓർത്ത് മോഹനകൃഷ്ണൻ സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമോ. കണ്ടേ, ഇതാ ഞാനും എന്റെ ലോനപ്പൻ ചേട്ടൻ നമ്മുടെ അടുപ്പം. വേറെ ആരും കാണുമെന്ന് ലോനപ്പൻ ചേട്ടന് തോന്നിയില്ലല്ലോ. അതാ മോഹനേട്ടൻ ലോനപ്പേട്ടനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. എന്തിനാ? ചത്തോന്നറിയാനാ? എന്നാലും എന്റെ സാറേ, എന്തോ സാറൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടാ. ആണോ? ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടാ ശരീരം മുഴുവൻ പരിക്കാണല്ലോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് അധികം സംസാരിക്കാതെ ഈ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടോളൂ, റെസ്റ്റ് എടുത്തോളൂ. മിണ്ടരുത്. മിണ്ടൂല. സാറിനോട് പറയാനുള്ളത് പറയാതെ ഞാൻ വീട്ടിൽ പോയാ ഈ ജന്മത്തിലേക്ക് മനസ്സമാധാനം കിട്ടൂല. പറഞ്ഞ എന്റെ മനസ്സമാധാനം പോകും. അത് മാത്രമല്ല, ഞാൻ നാളെയോ മറ്റന്നാളോ അങ്ങ് ചത്തുപോയല്ലേ നാട്ടുകാര് കാര്യം അറിയില്ലല്ലോ. എന്ത് കാര്യം? എന്ത് കാര്യം? ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം ലോനപ്പൻ ചേട്ടൻ സുഖമില്ലാത്തോണ്ട് വിളിച്ചു പറയുന്നതാ. എന്റെ വക്കീലെ, എന്തോ എവിടെയാ വിളിച്ചത്? ഇന്നലെ ഞാനും ഉത്തമനും കൂടി വഴിയിൽ നിന്ന് സംസാരിക്കുമ്പോ സാർ അത് വഴി വന്ന് എന്റെ കേസ് വക്കീലിനെ ഏൽപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞോണ്ട് നിന്നത്. അതെ, ശരി. സാറ് എന്നെ കണ്ട പാടെ ഓരോന്നും പറയാൻ തുടങ്ങി. അതോടെ ഉത്തമ സ്ഥലം വിട്ട്. സാറേ, കുറെ നാളായല്ലോ എന്നെ എവിടെ കണ്ടാലും ഈ കൈക്കൂലിയുടെ കഥ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോ കൈക്കൂലി നോക്കിയെന്നിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ സാറിനോട് കേസ് കൊടുക്കുക. പിന്നെയും അഹങ്കാരം. അല്ലാതെ നിങ്ങളെ പോലൊരു കള്ളന്റെ കേസ് എന്റെ ഭാര്യ വാദിച്ചു തന്നെ. വേണ്ട, തീർന്നല്ലോ പ്രശ്നം. സാറിന്റെ വർത്താനം കേട്ടാലേ ഈ നാട്ടിലാകെ ഒരു വക്കീലുള്ളെന്ന് തോന്നുമല്ലോ. എനിക്ക് തന്റെ ഭാര്യയുടെ ഒരു സഹായം വേണ്ട. താൻ പോയി തന്റെ പണി നോക്കണോ? എന്നെ പോലൊരാളോട് ധിക്കാരം പറഞ്ഞിട്ട് ഈ ബൈക്ക് കയറി എങ്ങോട്ട് പോവാ? ഒരുപാട് പാടിലോട് പറഞ്ഞ വഴിയാ. ഏതെങ്കിലും ലോറിയുടെ അടിയിൽ കയറാൻ നോക്കിയോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഈ അറം പറ്റുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ വക്കീലേ. ഇങ്ങനെ അക്ഷരം പ്രതി നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതി. ഈ മോഹനകൃഷ്ണൻ സാറിന്റെ ഒടുക്കത്തെ പ്രാക്കുണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നോക്കിക്കോ, ഞാൻ ഈ കഥ നാട് നീളെ നടന്ന് പറയും. ഇനി ഒരാൾക്കും ഇങ്ങനെ പറ്റരുത് കേട്ടോ. സാറിനെ കാണുമ്പോ നാട്ടുകാർ ജീവനും കൊണ്ടുവിടുന്നൊരവസ്ഥ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് ലോനപ്പനെന്നല്ല. അയ്യോ, ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ വരട്ടെ. വക്കീലേ, ഇയാളുടെ കൂടെ കഴിയുന്നതിലും നല്ലത് വല്ല കടുവാക്കൂട്ടിലും പോയി താമസിക്കുന്നതാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ വക്കീലിനും വലിയ ആയുസുണ്ടാവില്ല. സൂക്ഷിച്ചോ. അനിയാ പിടി. അയ്യോ അയ്യാ, അയ്യോ അയ്യോ, പിടിക്കണ്ട. മോഹനേട്ടാ, അപ്പൊ ഇതായിരുന്നല്ലേ സംഭവം? ലോനപ്പൻ ചേട്ടനെ വണ്ടി ഇടിച്ചു എന്ന് കേട്ടപ്പോ മുതൽ വെപ്രാളം കാണിച്ചത് ഇതിനായിരുന്നു അല്ലേ? പോയി വരൂ. ഞാൻ വെറുതെ ദേഷ്യം വന്നോ പറഞ്ഞല്ലേ. വണ്ടി ഇടിച്ചത് ലോനപ്പൻ ചേട്ടനെ കുഴപ്പമുണ്ടല്ലേ. അല്ലാതെ ആരെങ്കിലും പറയാം അങ്ങനെയൊക്കെ നടക്കും. അത് അന്ധവിശ്വാസം. അങ്ങനെ ഞാൻ പറയുന്നതൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ലോനപ്പൻ ചേട്ടൻ പറയുന്നത് നാട്ടുകാര് വിശ്വസിക്കുമെന്നാണ്.
വിശ്വസിക്കില്ലായിരിക്കും. ചിലർ പറയുന്നത് അറം പറ്റും എന്നതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. പക്ഷേ അങ്ങനെ ഒരു ചീത്തപ്പേര് വീണാൽ മാറ്റാൻ പ്രയാസമാണ്. അതറിയാവുന്നത് കൊണ്ടാണ് തന്റെ നിതാന്ത ശത്രുവിനെ വലിയ വായിൽ പുകഴ്ത്താൻ വില്ലേജ് ഓഫീസർ തയ്യാറായത്. ലോനപ്പൻ ചേട്ടൻ നാട്ടുകാരോട് പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന ആകാംക്ഷ പങ്കുവച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.